ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുമായിരുന്നു. ഒരു തണുത്ത വെളുപ്പാങ്കാലം, എന്റെ ചുറ്റും മഞ്ഞാണ്. ഒന്നും ഒരടി ദൂരത്തുള്ളത് പോലും കാണാൻ സമ്മതിക്കാത്ത മഞ്ഞ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് ഉറക്കത്തിൽ പോലും എനിക്കറിയാം. ഏതോ ഒരമ്മ, ഏതോ ഒരു അപ്പുവേട്ടൻ്റെ അമ്മ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ആളുകൾ വന്ന് കൂട്ടിക്കൊണ്ടു പോയാലും, എനിക്കങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ അപ്പം മാത്രം പറയാൻ വെച്ചിരുന്നതായി സ്വപ്നത്തിന്റെ കാര്യം. അപ്പോ വീട്ടുകാർ വന്ന് വിളിച്ചാൽ ഉടനെ ഒരു സ്വപ്നത്തിന്റെ കഥയും പറഞ്ഞു തന്നിട്ട് അങ്ങ് പോകാൻ റെഡി ആയിരിക്കായിരുന്നോ? അല്ല, പോയാലും ഞാൻ തിരിച്ചു വരുമായിരുന്നു. ഹലോ, കാറ് കിടക്കുന്നത് കണ്ടു. ഇങ്ങോട്ട് താമസം മാറിയല്ലേ? ഇന്നാള് ക്ലബിൽ ആരോ പറയുന്നത് കേട്ടു. ഇവിടം കൊള്ളാം, നമ്മുടെ കെട്ടിടമല്ലേ ഇത്? അതെ. വെറുതെ പൂട്ടി കിടക്കുന്നതിനേക്കാൾ ഭേദം ആരെങ്കിലും വെറുതെ ഉണ്ടാവുന്നതാ. അങ്ങനെ ഞങ്ങളുടെ നാട്ടുകാരിയായി. എന്നാ വരട്ടെ. അനിയനെ ഈയിടെ എന്താ ക്ലബിലൊന്നും കാണുന്നില്ലല്ലോ? മറ്റേത് അവിടുത്തെ സ്ഥിരം പാർട്ടി ആയിരുന്നല്ലോ. വെള്ളമടി കുറച്ചു, പിന്നെ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് പോരും. അതാ കാണാത്ത. ഓ, എന്നാ ചെന്നാട്ടെ. അല്ല, അങ്ങേരുടെ ഒരു എളിയേ വൃത്തിയിട്ട മനുഷ്യൻ ഇതിലെ ഇടക്കിടയ്ക്ക് പോകുന്ന കാണാം. അന്നേരം ഇങ്ങോട്ടൊരു നോട്ടവും വാച്ചിങ്ങും ഒക്കെ ഉണ്ട്. ഞാൻ ഈ കാറിന്റെ ശബ്ദം കേട്ടാ ഓടി അകത്ത് കയറും. പഴയ കോഴിയാ. മനസ്സിലായി. രാഹലമേ, ഓ, എങ്ങനെയൊക്കെ ഉണ്ട്? എനിക്കെന്താ സുഖം, ഒരു പണിയില്ല, വെറുതെ തിന്ന ഉറങ്ങ. അതെന്താ അങ്ങനെ? ആകെ ഒരു ഇത്തിരി പണിയുള്ള ഈ വീട്ടില്, അത് മുഴുവൻ ഈ മോളങ്ങ് ചെയ്യും. എനിക്ക് നേരം പോണ്ടേ, അതുകൊണ്ട് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതും കൂടെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞൊരു റാഹേലമ്മ. പിന്നെ നമ്മുടെ അച്ചായനല്ലേ, സാമൂൽ അച്ചായൻ, അങ്ങേര് ഇവിടേക്ക് വന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് കയറുകയല്ല, റാഹേലമ്മ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേര് ഈ വഴി കൂടെ പോലും ചിമ്മയല്ല. അതെന്താ? അതങ്ങനെയാ, അതൊരു കഥയാ. എന്താ കഥ? കഥ എന്താണെന്ന് ചോദിച്ചാ ഈ കൊച്ചു നിൽക്കുമ്പോ ഞാനിങ്ങനെ പറയും. ഓ, അതൊന്നും സാരമില്ലെന്നേ, കൊച്ചുകൂടെ കേട്ടോട്ടെ. എന്റെ മൂന്നാമത്തെ മോള് അമ്മണി പഴപ്പിച്ചത് ഇങ്ങേരല്ലേ? അതിനങ്ങേരുടെ കുത്തിനി പിടിച്ചു നിർത്തി കാശ് വാങ്ങിച്ചു കൊടുത്തവളെ ഈ റാഹേലമ്മ. അത് വലിയ വഴക്കായതാ. അപ്പൊ പിന്നെ അങ്ങേരെന്റെ മുമ്പിൽ വരുമോ? അമ്മേ, അമ്മേ, അമ്മോ, അമ്മയെ വിളിക്കച്ചെന്നരേ, വിശക്കുന്നു. കുഞ്ഞുണ്ടോളൂ. അമ്മ ഇന്നൊന്നും കഴിക്കുന്നില്ലെന്നാ പറഞ്ഞത്. ഒന്നും കഴിക്കുന്നില്ലേ? അതെന്താ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, അത്രേ എനിക്കറിയൂ. അമ്മേ, 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 അതെന്തുറക്കം? പോപ്പ് ശല്യപ്പെടുത്താതെ. ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല. അതെന്താ? അതെന്താന്ന്? എനിക്ക് വേണ്ടാത്തോണ്ട്. ഒന്ന് പോകുന്നുണ്ടോ ശല്യം ഉണ്ടാക്കാതെ? അമ്മേ, ഓ അമ്മേ, വല്ലതും പറയാനാണെങ്കിൽ അവിടെ നിന്ന് മര്യാദയ്ക്ക് പറഞ്ഞേച്ച് പൊക്കണം. എന്റെ ദേഹത്ത് തുടരുത്. ഓ, എനിക്ക് വല്ലാതെ മേലെ തോന്നുന്നുണ്ട്, പറഞ്ഞേക്കാം. അമ്മ എന്താ പിണങ്ങിയിരിക്കുന്നത്? ഞാൻ പറയട്ടെ, പറയട്ടെ. അമ്മേ, എന്റെ ദേഹത്ത് തുടരുത്. കുട്ടികളിയൊക്കെ മതി. അമ്മ എന്തിനാ കരയുന്നേ? ഊണ് കഴിക്കാം. വേണ്ട. അമ്മ എന്തിനാ കരഞ്ഞത്? അത് പറഞ്ഞിട്ടുണ്ടാ മതി. എന്താ സംഗതി? ദേ, ഇനി ഞാൻ ദേഹോദ്രം തുടങ്ങും. എന്നാ ഞാൻ കാര്യം പറയട്ടെ. ഞാനും ആ പെണ്ണുമായിട്ട് അടുപ്പത്തിലാണെന്ന് ആരോ കുബുദ്ധികൾ അമ്മയെടുത്ത് വന്ന് കൊളുത്തിട്ട് പോയിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ഇനി ഇതിവിടെ ഒന്ന് കൂട്ടിപ്പിടിപ്പിച്ചിട്ട് പോയ പരമദ്രോഹി ആരാന്നും കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. ആ സാമൂല ചായൻ, ശരിയല്ലേ? അങ്ങേര് മാത്രമൊന്നുമല്ല. പറയട്ടെ, എല്ലാരും പറയട്ടെ. എന്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കുമല്ലോ പറയുന്നത്. പറഞ്ഞോട്ടെ. പക്ഷെ അത് കേൾക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എനിക്കിഷ്ടമല്ല. ആ പെൺകുട്ടിയെ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ വിളിച്ചോണ്ട് വരാം, അത് നിന്റെ ഇഷ്ടം. പക്ഷെ നമ്മൾ മൂന്നും കൂടെ പിന്നെ ഒന്നിച്ച് ഈ വീട്ടിൽ താമസിക്കലുണ്ടാവില്ല. അമ്മേ,
അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? മായ പാവം കുട്ടിയാ. ആയിരിക്കും, അതെ, ആണെന്ന് എനിക്കും അറിയാം. പക്ഷെ എന്റെ അപ്പുവിന്റെ ഭാര്യയായിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പു, 7 വയസ്സ് മുതൽ നിനക്ക് അമ്മയും അച്ഛനും ഞാന്, അല്ലേ? അതെ. അന്ന് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. ഒന്നിനും, നിന്റെ ഒരാവശ്യത്തിനും ഞാൻ നോ പറഞ്ഞിട്ടില്ല. 6-7 വർഷം മെഡിക്കൽ കോളേജിൽ ചുറ്റിയടിച്ചിട്ട് കയ്യും വീശി നീ തിരിച്ചു വന്നപ്പോഴും സാരമില്ലെന്ന് പറഞ്ഞ് നിന്നെ ചിരിച്ചുകൊണ്ട് റിസീവ് ചെയ്തവളാ നിന്റെ അമ്മ. അമ്മേ, എനിക്ക് അമ്മയെ നോവിക്കരുത്, അത്രേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ആ കുട്ടിക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ പഴയ ജീവിതം എന്താണെന്ന് അറിയണം അപ്പു. ഭൂതകാലം ഇല്ലാത്ത ഒരു പെണ്ണായിരുന്നു മായയെങ്കിൽ സാരമില്ല. ഇതങ്ങനെയല്ല. ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു പക്ഷേ ഒരു ബിറ്റർ പാസ്റ്റ്. അതെന്താണെന്ന് അറിയുന്നവരെ ഒരു തീരുമാനം എടുക്കാതെ നീ വെയിറ്റ് ചെയ്യണം. എന്തിനും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വെയിറ്റ് ചെയ്യാം. ആര് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ വയ്യെന്ന്? എത്ര മണി വെയിറ്റ് ചെയ്യാം. അത്രയും കാലം ആളുകളെ കൊണ്ട് ഒന്നും സംസാരിപ്പിക്കരുത്. എന്റെ അമ്മോ, അതുപോലെ കഠിനമായി പോയില്ലേ? ഒരു തീരുമാനം എടുക്കാൻ നേരം ആയിട്ടില്ല, ശരിക്കും ആയിട്ടില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ഏറ്റു, അത് ഞാൻ ഏറ്റു. ഫോൺ കേട്ട് തിരിഞ്ഞു നോക്കിയേ നിർത്താം, ഇല്ലേ വിട്ടു പോകാന്ന് വിചാരിച്ചു. മോള് സ്കൂളിൽ നിന്ന് വരികയാണോ? പിന്നെ മായ സ്കൂളിലെ പിള്ളേരെ മുഴുവൻ കയ്യിലെടുത്തെന്നാണല്ലോ കേൾക്കുന്നത്. മിടുക്കി. ഞാനിതെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. എൻ്റെ ഒരു കസിൻ്റെ മോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, റേച്ചൽ. അവളാ പറഞ്ഞത്. റേച്ചലിനെ അറിയത്തില്ലയോ? അറിയാം. ഞാൻ അറിഞ്ഞത് മായയ്ക്ക് അവിടെ ടീച്ചർമാരുമായിട്ടൊന്നും വലിയ കമ്പനി ഇല്ലെന്നാണല്ലോ. അതെന്താ അങ്ങനെ? എന്തായാലും ഈ നാട്ടുകാരിയായി. ഇനിയിപ്പോ ഈ മൂടി പിടിച്ചുള്ള മുഖം അങ്ങ് മാറ്റണം. കുറച്ച് ഉത്സാഹമൊക്കെ വേണ്ടേ പെൺപിള്ളേരായാലേ? ഇറങ്ങി ചുറ്റിയാടുന്ന് കാണണം, പലരെയും പരിചയപ്പെടണം. അങ്ങനല്ലയോ സ്മാർട്ട് ആകേണ്ടത്? പക്ഷെ അതിനൊക്കെ ആരെങ്കിലും വേണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കൊണ്ടുപോകാനും വരാനും ഒക്കെ അല്ലേ? ആ, വേണേലൊരു കാര്യം ചെയ്യാം. ഞാൻ അടുത്ത ആഴ്ച തോട്ടത്തിൽ പോകുന്നുണ്ട്. മോള് വരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. തോട്ടം എന്ന് വെച്ചാൽ എത്രന്നാ? 210 ഏക്കർ കാപ്പിയും 49 ഏക്കർ ഓറഞ്ചും. പിന്നെ കശാവിശ എല്ലാം കൂടെ 150 ഏക്കർ വേറെയും. അങ്ങ് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏരിയയാ. ഒരു പകൽ അവിടെ ജോളിയായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്കിങ്ങ് തിരിച്ചു വരാം. മോക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഇല്ല. എന്തില്ലെന്ന്? ഞാൻ വരുന്നില്ലാന്ന് എന്നൊക്കെ അങ്ങ് എടുത്തടിച്ച പോലെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? എന്താ പറഞ്ഞാല്? മോക്ക് നാളെ ഈ നാട്ടിൽ കഴിയേണ്ടതാ. ഞാൻ എന്തെങ്കിലും ഉപദ്രവത്തിന് വരുമെന്നല്ല, മോളോട് എനിക്കതൊന്നും സാധിക്കത്തില്ല. എന്നാ ഞാൻ വരട്ടെ മോളെ, പിന്നെ കാണാം. വാനിയാ, ഒരു ഗ്ലാസ് എടുത്തിരിക്കെ. നോക്കുന്നതെല്ലാം കൊള്ളാം, കൈ പറഞ്ഞു കൊടുത്തേക്കല്ലേ. രക്ഷപ്പെട്ടു. ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് വെള്ളം അടിച്ചോണ്ട് നീ എന്നെ പറ്റി എന്ത് വേണേ പറഞ്ഞോ, അതെനിക്ക് പുല്ല. പക്ഷെ ആ പെൺകുട്ടിയെടുത്ത് നിന്റെ മറ്റേ സ്വഭാവം കൊണ്ട് ഇനിയൊരിക്കൽ ചെന്നോണ്ടല്ലോ, അന്ന് നിന്റെ അവസാനമാ. നിന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്റെ മോളെ വിളിച്ചത് പോടാ. നിപ്പണ്ടല്ലോ പറഞ്ഞ കുതിര മാതിരി. കിളവൻ കഴിവറട മോൻ.